ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എമർജൻസിയെ കുറിച്ചിട്ടാണ്. അടിയന്തരാവസ്ഥ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 18 ഇതിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 18 ഇതിനെ കുറിച്ച് പറയുന്നത്. എമർജൻസിയെ കുറിച്ച് പറയും. പാർട്ട് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 352 മുതൽ 360 വരെയാണ് ആർട്ടിക്കിൾസ് വരിക. സോ അതിൽ പ്രധാനമായിട്ടും 3 എമർജൻസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് നാഷണൽ എമർജൻസി, രണ്ടാമത്തെ സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ അതിനെ പ്രസിഡന്റ്സ് റൂൾ എന്ന് പറയപ്പെടും, പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി. ഇങ്ങനെ 3 എമർജൻസിയെ കുറിച്ചിട്ടാണ് പാർട്ട് 18 പറയുന്നത്. സോ അതിൽ ആർട്ടിക്കിൾ 352 പറയുന്നതാണ് നാഷണൽ എമർജൻസി, 356 പ്രസിഡൻസ് റൂള് അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, 360 ഫിനാൻഷ്യൽ എമർജൻസിയാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ കിട്ടിയാൽ ഇത് മൂന്നും കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. 352 കിട്ടിയാൽ കറക്റ്റ് 4 കുട്ടിയാ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഓക്കെ. സോ എമർജൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോ എൻട്രൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എമർജൻസി റിലേറ്റഡ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് PYQ നോക്കുമ്പോൾ. സോ നന്നായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാഷണൽ എമർജൻസിയെ കുറിച്ച് നോക്കാം. നാഷണൽ എമർജൻസി 352 ആണ് അതിന്റെ ആർട്ടിക്കിൾ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നാഷണൽ എമർജൻസി 1962 ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെടുന്നത്. അത് ഇന്ത്യ ചൈന വാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. രണ്ടാമത് 1961 അത് ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ അടിസ്ഥാനത്തിൽ. രണ്ടും പുറത്തുനിന്ന് ഉള്ള ഒരു ശക്തിയുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷന്റെ പുറത്തായിരുന്നു ഈ രണ്ട് എമർജൻസിയും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1975-77 കാലഘട്ടത്തില് ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്, ഒരു എമർജൻസി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വളരെയധികം വിവാദമായിരുന്ന ഒരു എമർജൻസി കാലഘട്ടമാണ് 1975-77 കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതാണ് ജയപ്രകാശ് നാരായൺ എന്ന ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരൻ അന്നത്തെ ഗവൺമെന്റിനെതിരെ നടത്തിയിട്ടുള്ള ഒരു മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് നമുക്ക് പോകണ്ട, നമ്മള് ഈ ആർട്ടിക്കിൾസും കാര്യങ്ങളും നോക്കിയാൽ മതി. സോ ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആ സമയത്ത് പ്രസിഡന്റ് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കാം. സോ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്നതിൽ പ്രധാനമായിട്ടും 3 ഗ്രൗണ്ട്സ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു വാർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആർമഡ് റിബല്യൻ. ഇവിടെ നമ്മൾ നോക്കാം 1975-77 കാലഘട്ടത്തിലെ എമർജൻസി പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന കാരണം ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ അതിനെ 1978 വന്നിട്ടുള്ള മൊറാർജി ദേശായിന്റെ ജനതാ പാർട്ടി നയിച്ചിട്ടുള്ള ഗവൺമെന്റ് 44ാമത്തെ അമെന്റ്മെന്റിലൂടെ ഈ ഒരു ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ട് ഇന്റേണൽ ഡിസ്റ്റർബൻസിനെ മാറ്റിയിട്ട് ആർമഡ് റിബല്യൻ എന്നാക്കി മാറ്റി. കാരണം ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റിന് പറ്റാത്ത ഏതൊരു ഡിസ്റ്റർബൻസും അവർക്ക് അതിന് ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആർമഡ് റിബല്യൻ എന്ന് പറയുന്ന സായുധ കലാപങ്ങൾ ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഒരു ഗ്രൗണ്ട് ആയിട്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. സോ 1978 44 അമെന്റ്മെന്റിലൂടെയാണ് ആ ഒരു സംഗതി മാറ്റിയത്. അപ്പം ട്രിക്കി ആയിട്ട് ചിലപ്പോൾ ചോദിക്കും 1975-77 എമർജൻസി ഈ 2 ഗ്രൗണ്ടും തരും, ചിലപ്പം ഇന്റേണൽ ഡിസ്റ്റർബൻസും തരും അല്ലെങ്കിൽ ആർമഡ് റിബല്യനും തരും. നമ്മൾ പൊതുവെ നാഷണൽ എമർജൻസിന്റെ ഗ്രൗണ്ട് വർക്ക് നമ്മൾ പഠിച്ചു വെച്ച് പോലെ ഇതാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആർമഡ് റിബല്യൻ എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റായിട്ട് മാറും. സോ സ്വാഭാവികമായിട്ടും 1975 മുതൽ 77 വരെ കാലഘട്ടത്തിലെ നാഷണൽ എമർജൻസി ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി എമർജൻസി നടക്കുന്ന സമയത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ അതെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടും. സോ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് വെയ്മിയർ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു പേരാണ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. എന്നാൽ എമർജൻസി പ്രൊവിഷൻ, അടിയന്തരാവസ്ഥ എന്നുള്ള കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. സോ രണ്ടും മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഇനി ഏതൊക്കെ
ഫണ്ടമെന്റൽ റൈറ്റ്സുകളാണ് സസ്പെൻഡ് ചെയ്യാന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കും. ഇനി നാഷണൽ എമർജൻസി ആണെങ്കിലും സ്റ്റേറ്റ് എമർജൻസി ആണെങ്കിലും ഫിനാൻഷ്യൽ എമർജൻസി ആണെങ്കിലും അത് പ്രഖ്യാപിക്കപ്പെടുന്നത് പ്രസിഡന്റ് ആണ്. ആരാണ്? പ്രസിഡന്റ് ആണ്. റെക്കമെൻഡേഷൻ ഓഫ് ദ ക്യാബിനറ്റ്. സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോമിനൽ ഹെഡ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്ററുടെ കീഴിൽ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കും, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ ക്യാബിനറ്റിന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുക. സോ പ്രസിഡന്റിനാണ് അത് പ്രഖ്യാപിക്കാനുള്ള റൈറ്റ്സ്, പ്രസിഡന്റ് ആണെന്ന് പ്രഖ്യാപിക്കുക എന്നുണ്ടെങ്കിൽ പോലും ക്യാബിനറ്റിന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലായിരിക്കും പ്രസിഡന്റ് ആ കാര്യം പ്രഖ്യാപിക്കുക. എന്നാലും ഉത്തരത്തിൽ എന്ത് അതിന് ആൻസർ ചെയ്തേണ്ടത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് എമർജൻസീസ് എന്ത് ചെയ്യുക, പ്രൊക്ലെയിം ചെയ്യപ്പെടുക. ഓക്കെ. എന്നാൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മന്തിനുള്ളിൽ എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ അപ്രൂവൽ നേടണം. ഓക്കെ. അത് സ്പെഷ്യൽ എന്തായിരിക്കണം? മെജോറിറ്റിയിലായിരിക്കണം ആ അപ്രൂവൽ നേടേണ്ടത്. സോ ആ ഒരു കോൺസെപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്നത് 44ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ്. അത് 1978 44ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ്. 42ാമത്തെ അമെന്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 44ാമത്തെ അമെന്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഒരുപാട് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അമെന്റ്മെന്റ് ആയിരുന്നു 42ാമത്തെ അമെന്റ്മെന്റ്. എന്നാൽ 44ാമത്തെ അമെന്റ്മെന്റിന്റെ അതിലെ പല കാര്യങ്ങളും എടുത്ത് ഒഴിവാക്കുകയും പുതിയ കാര്യങ്ങൾ പലതും ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 44ാമത്തെ അമെന്റ്മെന്റ് എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ എമർജൻസി റിലേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ 1971-75 കാലഘട്ടത്തില് ഉണ്ടായിട്ടുള്ള പലതിൽ നിന്നും നമ്മൾ പാഠം കൊണ്ടിട്ടാണ് 1978 അതെന്ത് ചെയ്യുന്നത്? 44ാമത്തെ അമെന്റ്മെന്റിലൂടെ എന്ത് ചെയ്യുന്നത്? മാറ്റിയെടുക്കുന്നത്. അതായത് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. സോ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സേഫ് ഗാർഡ് എന്ന രൂപത്തിൽ 44ാമത്തെ അമെന്റ്മെന്റിനെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് അത് പാസ് ചെയ്യേണ്ടത്, പാർലമെന്റ് പാസ് ചെയ്യേണ്ടത്. 1 മാസത്തിനുള്ളിൽ പാസ് ചെയ്യപ്പെടണം. എന്നാൽ 1 മാസത്തിനുള്ളിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസ കാലഘട്ടത്തേക്കാണ് അതിന് എന്ത് കിട്ടുക? അറ്റ് എ ടൈം അതിന്റെ ഡ്യൂറേഷൻ കിട്ടുക. ഒരു എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ട് 1 മാസത്തിനുള്ളിൽ പാർലമെന്റ് അപ്രൂവ് ചെയ്യപ്പെടണം. 6 മാസ കാലഘട്ടത്തേക്കാണ് അറ്റ് എ ടൈം കിട്ടുക. അതും 44ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് എത്ര കാലം മുന്നോട്ട് പോകാം. പക്ഷെ ഓരോ 6 മാസം കൂടുമ്പോഴും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാർലമെന്റിന്റെ അപ്രൂവൽ വാങ്ങി 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 പോയാൽ മതി. ഇൻഡെഫിനിറ്റിൽ എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ആ കാര്യം ശ്രദ്ധിക്കാം. നമ്മുടെ ഇന്ത്യൻ പവർ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫെഡറൽ സ്ട്രക്ചറാണ്. അതായത് കോസി ഫെഡറൽ സിസ്റ്റമാണ്. അതായത് യൂണിയന് കൂടുതൽ പവർ നൽകുന്ന ഒരു സിസ്റ്റമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് അതൊരു യൂണിറ്ററി മേഖലയിലേക്ക് മാറും. അതായത് സ്റ്റേറ്റുകളുടെ എല്ലാ പവേഴ്സും അവിടെ യൂണിയന് മാത്രമായിട്ട് ഒതുങ്ങും. സ്റ്റേറ്റിന് മറ്റു പവറുകളൊന്നും ഉണ്ടാവില്ല. എല്ലാം യൂണിയനിൽ കേന്ദ്രീകരിക്കപ്പെടും. ഓക്കെ. ഇനി ഈ ഒരു പ്രസിഡന്റ് പ്രൊക്ലെയിം ചെയ്യുക നാഷണൽ എമർജൻസി, അത് റിവോക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ആരെന്നെയാണ്? പ്രസിഡന്റിന് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. അവിടെ പാർലമെന്റിന്റെ അപ്രൂവലിന്റെ ആവശ്യമില്ല. അത് റിവോക്ക് ചെയ്യാൻ പാർലമെന്റ് അപ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? തന്റെ റൈറ്റ്സ് ഉപയോഗിച്ച് അത് റിവോക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇനി നാഷണൽ എമർജൻസി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ ഗെറ്റ്സ് പവർ ഓവർ സ്റ്റേറ്റ് സബ്ജക്ട്. സ്റ്റേറ്റ് സബ്ജക്റ്റിന്റെ മുകളിൽ സെൻട്രലിന് എന്തുണ്ടാവും? പവർ ലഭിക്കും. ഓക്കെ. ഇത്രയും കാര്യം ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ദെൻ 2 ആർട്ടിക്കിളും കൂടി ഇവിടെ പ്രധാനമായിട്ട് നോക്കണം. 358ഉം 359ഉം. ആർട്ടിക്കിൾ 358ന്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സ്റ്റേണൽ വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ ഈ സമയങ്ങളിൽ ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആയിട്ട് പോകും. ഓക്കെ. ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആയിട്ട് പോകും. വാർ ഓർ എക്സ്റ്റേണൽ. ഓക്കെ. ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ സമയത്ത് ആവില്ല എന്നുള്ളതാണ്, ഓട്ടോമാറ്റിക്കലി ആവില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ
വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സസ്പെൻഡ് ആയിട്ട് പോകും. എന്നാൽ 359 ആർട്ടിക്കിൾ 359 അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ആർട്ടിക്കിൾ 20യും 21 അല്ലാത്ത എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും പ്രസിഡന്റിന് എന്ത് ചെയ്യപ്പെടാൻ സാധിക്കും? സസ്പെൻഡ് ചെയ്യപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക എമർജൻസിന്റെ സമയത്ത്. ഓക്കെ, അതിൽ ആർട്ടിക്കിൾ 20നും 21 ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ 44th അമെന്റ്മെന്റിലൂടെയാണ്. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തു വെക്കാം. ഇനി ഒരു എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാല്, നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാല് ആ എമർജൻസി നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോ ഒരു സർക്കാരിന്റെ കാലാവധി കഴിയാനായിട്ടുണ്ടെങ്കിൽ പോലും 1 ഇയറിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ കാലാവധി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ലോക്സഭ ക്യാൻ കണ്ടിന്യൂ ആഫ്റ്റർ ദ നാഷണൽ എമർജൻസി ഹാസ് സീസ്ഡ് ടു ഓപ്പറേറ്റ്? അതായത് നമ്മുടെ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ട് അത് റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എത്ര കാലഘട്ടത്തേക്ക് ആ ലോക്സഭയ്ക്ക് എന്ത് കാലാവധി കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസ കാലഘട്ടം മാത്രമേ അതിന് തുടരാൻ സാധിക്കുള്ളൂ. ഓക്കെ, നാഷണൽ എമർജൻസി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ 1 വർഷക്കാലത്തോളം അതിന് എക്സ്റ്റൻഷൻ കിട്ടും. ദെൻ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ട് അത് ഒഴിവായി കഴിഞ്ഞാൽ 6 മാസ കാലഘട്ടത്തേക്ക് മാത്രമേ ആ ഒരു ലോക്സഭയ്ക്ക് എന്ത് കിട്ടുള്ളൂ? അതിനുള്ള പവർ കിട്ടും. സോ ഈ 1 ഇയർ എക്സ്റ്റൻഷൻ കിട്ടും എന്നുള്ളത് 1971 75 സോറി 1971 1977 വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 5th ലോക്സഭ നിലനിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ദിരാഗാന്ധിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് കേട്ടോ. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കേസ് ഉണ്ട്. ADN ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല, അതേപോലെ മനേക ഗാന്ധി കേസ് യൂണിയൻ ഓഫ് ഇന്ത്യ, മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ 2 കേസും ജസ്റ്റ് ഒന്ന് നാഷണൽ എമർജൻസിയുമായി റിലേറ്റ് ചെയ്ത് കണ്ട് പഠിച്ചു പോവാം. ഓക്കെ, ഇനി സ്റ്റേറ്റ് എമർജൻസി ആണ്, അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ എന്നറിയപ്പെടും. അത് 356 അതിന്റെ ആർട്ടിക്കിൾസ്. അതായത് ഒരു സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്ത് ചെയ്യാണ്? ഫെയിലിയർ ആയി എന്ന് ഗവർണർ എന്ത് ചെയ്യുക? പ്രസിഡന്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം? പ്രസിഡന്റ് സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കപ്പെടും. ഓക്കെ, ഇവിടെ ഗവർണർ ആണ് പ്രസിഡന്റിന് റിപ്പോർട്ട് കൊടുക്കുക, പ്രസിഡന്റ് ആണ് പ്രഖ്യാപിക്കപ്പെടുക. ഓക്കെ, പ്രസിഡന്റ് റൂൾ. ഇവിടെ 2 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ അപ്രൂവൽ കിട്ടണം. ഇവിടെ സിമ്പിൾ മെജോറിറ്റി മതി. സിമ്പിൾ മെജോറിറ്റി മതി. 2 മാസത്തിനുള്ളിൽ അപ്രൂവ് കിട്ടണം. 6 മാസ കാലഘട്ടത്തേക്കാണ് അറ്റ് എ ടൈം കിട്ടുക. പിന്നീട് എന്ത് ചെയ്യുക? അത് 3 വർഷക്കാലം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, മാക്സിമം പീരീഡ് 3 വർഷമായിരുന്നു. നമ്മൾ നാഷണൽ എമർജൻസിയിൽ മാക്സിമം പീരീഡ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ പ്രസിഡന്റിനാണ് എന്ത് ചെയ്യുക? പ്രസിഡന്റിന് ഒന്നെങ്കിൽ ഗവർണറിലൂടെ ആ സ്റ്റേറ്റിന്റെ പവർ എന്ത് ചെയ്യാം? നടത്താം. അല്ലെങ്കിൽ പ്രസിഡന്റ് നേരിട്ട് അവിടെ ഭരണം നടത്താം. പിന്നെ പാർലമെന്റിന് ആയിരിക്കും എന്ത്? ലെജിസ്ലേറ്റീവ് പവർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എക്സൈസ്ഡ് ബൈ പാർലമെന്റ്. പാർലമെന്റ് ആയിരിക്കും അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എക്സൈസ് ചെയ്യപ്പെടുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 356 പ്രസിഡന്റ് റൂള് ഓവറായിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു കേസ് വന്നിരുന്നത്, SR ബൊമ്മെ. അതിൽ ലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കേസാണ് SR ബൊമ്മെ കേസ്. അത് പ്രസിഡന്റ് റൂളുമായി ബന്ധപ്പെട്ടാണ് പഠിക്കാം. ഓക്കെ, പ്രസിഡന്റ് റൂൾ ഫസ്റ്റ് ഇമ്പോസ് ചെയ്യപ്പെട്ടത് 1951 പഞ്ചാബിലായിരുന്നു. കേരളത്തിൽ 1956 1956 ഫസ്റ്റത്തെ കേരളത്തിലെ മന്ത്രിസഭയെ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രസിഡന്റ് റൂളിലൂടെ താഴെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. 7 സമയത്തോളം 7 പ്രാവശ്യത്തോളം പ്രസിഡന്റ് റൂള് കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ 360 ഫിനാൻഷ്യൽ എമർജൻസി. ഇത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും ഭീഷണി വരിക,
അത് ഓൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ഇന്ത്യ ഏതും ആവാട്ടോ. ഒന്നുകിൽ ഇന്ത്യ മൊത്തത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്താണെങ്കിലും ഫിനാൻഷ്യൽ എമർജൻസി നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. 2 മാസത്തിനുള്ളിൽ പാർലമെന്റ് അത് അപ്രൂവ് കിട്ടിയാൽ മതി. ഇവിടെ ഒരു മാക്സിമം പീരീഡോ ഒന്നും പറയുന്നില്ല. ആഹ് വീണ്ടും വീണ്ടും 6 മാസത്തിന് ശേഷം അപ്രൂവൽ കിട്ടണമെന്നില്ല. അത് എത്ര വേണ്ടത് എന്നുള്ള രൂപത്തിൽ പ്രസിഡന്റ് അത് റിവോക്ക് ചെയ്യപ്പെടുന്നവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതുവരെ ഇന്ത്യയിൽ അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. സോ ആ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ഒക്കെ സാലറീസ് എന്ത് ചെയ്യും, റിഡക്ഷൻ ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ സ്റ്റേറ്റ് ഫിനാൻസിനെ സെൻട്രൽ കൺട്രോൾ ചെയ്യപ്പെടും. സോ ഇത്രയാണ് എമർജൻസിന്റെ ഭാഗത്ത് പ്രധാനമായിട്ടും ലോ ആൻഡ് റൈറ്റ്സ് റിലേറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്. ആർട്ടിക്കിൾസ് പഠിക്കാം, അതിന്റെ ഗ്രൗണ്ട്സ് പഠിക്കാം, പിന്നെ അതേപോലെ ആര് പ്രൊക്ലെയിം ചെയ്യും, ആര് റിവോക്ക് ചെയ്യും, അതേപോലെ പീരീഡ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് സസ്പെൻഡ് ചെയ്യപ്പെടാത്തത്, അത്രയും നോക്കുക. ഫിനാൻഷ്യൽ എമർജൻസി ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.